Ladies and gentlemen, it's time for us to welcome back our contestants on the ramp. കഴിഞ്ഞ തവണ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കണ്ടത് കേരള തനിമയോടെ കേരള സാരി ഉടുത്തായിരുന്നു. എന്നാൽ ഈ റൗണ്ടിൽ അവർ വരാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കിലാണ്. പ്രസന്റിംഗ് ദ ഗോർജിയസ് ഫൈനലിസ്റ്റ് ഇൻ ബ്യൂട്ടിഫുൾ കളർഫുൾ ഈവനിംഗ് ഗൗൺസ്.
സജാസ് ഡിസൈനർ ബുട്ടീക് പ്രസൻസ് മിസ്സസ് കേരള 2022 രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. 16 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു റൗണ്ടിലേക്ക് കടക്കുക. സോ ജഡ്ജസ് സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിന്റെ ചെസ് നമ്പേഴ്സ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നമ്പർ വിളിക്കുമ്പോൾ കണ്ടസ്റ്റൻസ് ഓരോരുത്തരായി ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട് ഇസ് കണ്ടസ്റ്റന്റ് നമ്പർ 16. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്ന അടുത്ത കണ്ടസ്റ്റന്റ് നമ്പർ 1. And the next contestant moving on to the second round is any guesses? Guess ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റിന്റെ പേര് പറയാ, നമ്പർ പറയാ. കണ്ടസ്റ്റന്റ് നമ്പർ 18. And next we have contestant number 8. Congratulations. And the next contestant moving on to the second round is contestant number 1919. Adutha contestant number 13. And next we have contestant number 29. Contestant number 29 is here on the ramp. Second roundile adutha contestant aarana? Contestant number 7. 7 കഴിഞ്ഞു. We have contestant number 20. Yes, she is here. ഇനി നമുക്കുള്ളത് contestant number 2. Congratulations. 2 കഴിഞ്ഞു. We have 2 and 2, 22. Congratulations. After 22 we have contestant number 28. 28 and then contestant number 25. Question answer roundലേക്ക് കടക്കുന്ന അടുത്ത contestant number 14. After 14 we have contestant number 27. Contestant number 27. So initially നമ്മൾ പ്ലാൻ ചെയ്തത് സെക്കൻഡ് റൗണ്ടിലേക്ക് 16 കണ്ടസ്റ്റൻസ് പോകുമെന്നായിരുന്നു. എന്നാൽ 2 കണ്ടസ്റ്റൻസിന് ഒരേ മാർക്ക് ലഭിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും 16ാമത്തെ പൊസിഷനിലെത്തി. സോ നമ്മുടെ ജഡ്ജസും ഓർഗനൈസേഴ്സും ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനം അവർ രണ്ടുപേരെയും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാനായിട്ടാണ്. സോ താങ്ക് യു സോ മച്ച് ജഡ്ജസ് ഫോർ ഗിവിംഗ് ദം ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ 16th contestant number 21. Contestant number 21 കഴിഞ്ഞു. We have contestant number 31. Let's have a big round of applause. വളരെ ലക്കി ആയിട്ടുള്ള 2 contestants ആണ്. Both of you are continuing in the pageant. So congratulations to all of you. നല്ലൊരു കൈയടി കൊടുക്കാം. All of them are literally sparkling and stunning on stage. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലൊരു കൈയടി നൽകുക. Congratulations. You're here in the second round. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റൗണ്ടാണ്. നമ്മുടെ ജഡ്ജസിൻ്റെ എല്ലാവരുടെയും പേരുകൾ ഒരു ബൗളിൽ എഴുതി സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അതിൽ നിന്ന് ലോട്ട് എടുത്ത് ഇവർ ചൂസ് ചെയ്യുന്ന ജഡ്ജ് ഇവരോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങളുടേതായ ഭാഷയിൽ നല്ല ഒരു ഉത്തരം നൽകുക. അത്രയേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ആർ ജഡ്ജസ് വിൽ ബി ഗിവിംഗ് യു ദ മാർക്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി ആൻസർ. അപ്പോൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ കണ്ടസ്റ്റൻസ്? എനിവൺ? ഓൾ സെറ്റ്? റെഡി ടു ഗോ? റെഡി ടു ഗോ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു യെസ് പറയാമോ? ആർ യു ഓൾ റെഡി? Okay, so നമ്മുടെ contestants ready ആണ്. So let's begin the second round, the question answer round. I request the bowl to be brought on stage. So നമ്മുടെ ജഡ്ജസിൻ്റെ എല്ലാവരുടെയും പേരുണ്ട് ഈ ഒരു ബൗളിൽ. contestants, you just have to come forward, choose a chit and അതിലേത് ജഡ്ജിൻ്റെ പേരാണോ അത് നിങ്ങൾ വായിക്കണം. ആ ജഡ്ജ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്ലിയർ അല്ലേ? സോ ഞാൻ നേരത്തെ വിളിച്ച ഓർഡറിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേരുകൾ വിളിക്കുക. Let's start with chess number 16.
പ്ലീസ് ഒരു ലോട്ട് എടുക്കുക. ഇനി നമുക്ക് ജഡ്ജ് ആരാന്ന് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ പറയുന്നത് ലേഡീസ് ഫസ്റ്റ് എന്നാണ്, എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ആരാണ് ജഡ്ജ്? നിയാസ് സർ. Hi, Hi sir. how are you? I'm good sir. Thank you so much. How's you? Good, thanks. Because I know you only by your chest name, I mean chest number. What's your good name? My name is Aparna. Aparna. Okay. So here's a question for you. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മോസ്റ്റ് ഓഫ് ദ വിമൻ ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരിഡ്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? Thank you so much for the question sir. Good evening all. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന ആൾക്കാരല്ല പുരുഷന്മാരെന്നൊരു തോട്ടുള്ളതുകൊണ്ടായിരിക്കും. കാരണം ഏതൊരു വ്യക്തിക്കും അവളുടേതായിട്ടുള്ള ബഹുമാനവും പരിഗണനയും ലഭിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തികളാണ് സ്ത്രീകൾ പൊതുവെ. സോ അവർക്ക് ബഹുമാനവും പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ തന്നെയായിരിക്കും അവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നതിൻ്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ സാധിക്കാറില്ല എന്നൊരു തോന്നലും സ്ത്രീകൾക്കുണ്ട്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവയെ പോലെയാണ് സ്ത്രീകളെ വച്ചിരിക്കുന്നത്. അവരെ ഒരു റോബോട്ട് പോലെ ഭർത്താക്കന്മാർ നിയന്ത്രിക്കുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനാണ് സമ്മതിക്കാറുള്ളത്. സോ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും സ്ത്രീകൾ ഇപ്പോഴത്തെ കാലത്ത് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്തത് എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. Inviting the next contestant, contestant number 1. Judge ആരാന്ന് നോക്കാം. Please select your judge. Sajna Salim ma'am. Hi. Hi ma'am. Tensed? No. No. Okay. So, the question is, ഒരു സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് അമ്മയാകുമ്പോഴാണ് എന്നാണ് പൊതുവെ പറയാറ്. അതല്ലാതെ സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് എപ്പോഴാണ്? Thank you for that wonderful question ma'am. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴാണ് ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് എന്നതാണ് എൻ്റെ വിശ്വാസം. അവളുടെ കഴിവുകളിൽ ഉറച്ച വിശ്വാസവും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സുമായി സ്വപ്നങ്ങളുടെ ചിറകുമായി ഉയർന്നു പറക്കാൻ സാധിക്കുമ്പോഴാണ് ആ സുദിനം. നന്ദി, നമസ്കാരം. വണ്ടർഫുൾ ആൻസർ. അടുത്തതായി ക്ഷണിക്കുന്നു contestant number 18. ജഡ്ജ് ആരാന്ന് നോക്കാം. ദിൽഷ മാം. Hello, Hello ma'am. you are looking beautiful. Thank you so much. So are you? Sorry, you asked up. I didn't get the question. I said so are you. Even you're very beautiful. Thank you. Okay, so എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ചോദ്യത്തിന് നന്ദി. ഇന്ന് നമ്മൾ സ്ത്രീകൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ സാധിക്കാതിരിക്കുക. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുകൾ വെക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾക്ക് ചുറ്റും. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് കാണിച്ചു തരുന്ന സൊസൈറ്റിയാണ് നമ്മൾക്ക് ചുറ്റും. എന്ത് തന്നെ ചെയ്താലും അതിനൊക്കെ ചെറിയ രീതിയിലെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സൊസൈറ്റിയാണ്. മുന്നോട്ട് പോകണമെങ്കിൽ സ്വയം തീരുമാനിച്ച് മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം നമ്മൾക്ക്. നന്ദി. Moving on to contestant number 8. ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അറിയണ്ടേ? ജോമോൾ. Hello, Hello. all set? Yes ma'am. Can I ask? Sure. നിങ്ങൾ ഒരു സ്മാർട്ട് വ്യക്തിയാകാനാണോ അതോ ഒരു ബുദ്ധിയുള്ള വ്യക്തിയാകാനാണോ ആഗ്രഹിക്കുന്നത്? Would you be known or would you prefer to be known as a smart person or a wise person? ചോദ്യത്തിന് നന്ദി. ഒരു ബുദ്ധിയുള്ള സ്ത്രീ എന്തായാലും സ്മാർട്ട് തന്നെ ആയിരിക്കും. ഈ രണ്ട് ഗുണങ്ങളും ഒരാളിൽ തന്നെ ഉണ്ടാകും. നന്ദി.